നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാള പട്ടാളപ്പടിയിൽ മാനസിക രോഗിയായ മകന്റെ കുത്തേറ്റ് അമ്മ മരിച്ചു. വടമ സ്വദേശി വലിയകത്ത് ശൈലജയാണ് മരിച്ചത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോഴും ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. വെള്ളാങ്കല്ലൂർ കോണത്തുകുന്നിലാണ് ജലനിധിയുടെ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴായി പോകുന്നത്. വെള്ളാങ്കല്ലൂർ AKG സാംസ്കാരിക കേന്ദ്രം മികവുകൾ പൂക്കും മിഥുനപ്പകൽ എന്ന പേരിൽ പ്രതിഭാ സംഗമവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മാള പട്ടാളപ്പടിയിൽ മാനസിക രോഗിയായ മകന്റെ കുത്തേറ്റ് അമ്മ മരിച്ചു. വടമ സ്വദേശി വലിയകത്ത് ശൈലജയാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. മകൻ ആദിലിനെ മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെയാണ് സംഭവം. പരിക്കേറ്റ ശൈലജയെ അയൽവാസികളുടെ സഹായത്തോടെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോഴും ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. വെള്ളാങ്കല്ലൂർ കോണത്തുകുന്നിലാണ് ജലനിധിയുടെ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നത്. കോണത്തുകുന്നിൽ ഇത് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു വർഷത്തിനുള്ളിൽ കോണത്തുകുന്ന് സെന്ററിൽ മാത്രം 6 തവണ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴായിപ്പോയി. പൈപ്പുകൾ ഇടുന്നതിലുള്ള അപാകതയാണ് ഇടയ്ക്കിടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൊയ്യ സെന്റ് എഫ്രേം മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ഞായർ ആചരണം 2K24 സംഘടിപ്പിച്ചു. മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് പിയൂസ് കാളിയാടൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് ശേഷം മയക്കുമരുന്ന്, സാമൂഹ്യ വിപത്ത്, അരുത് ആ ലഹരി, ലഹരിയെ തുടച്ചുമാറ്റാം, ഒരു യുവതലമുറയെ വാർത്തെടുക്കാം തുടങ്ങിയ സന്ദേശങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമായി ലഹരി വിരുദ്ധ റാലി നടന്നു. മതബോധന യൂണിറ്റ് അംഗങ്ങൾ പങ്കെടുത്തു. ജൂൺ 26-ാം തീയതിയാണ് നമ്മൾ ഇന്ന് അത് ആചരിക്കുന്നു. സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട്, കുറേ പേര് മദ്യപിക്കാറുണ്ട്. നമ്മുടെ അപ്പച്ചന്മാരും നമ്മുടെ ചേട്ടന്മാരും നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ മദ്യപിക്കുന്നുണ്ട്. ഈ മദ്യപാനം നല്ലതാണ് എന്നാണ് സാധാരണയായിട്ട് അവരൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു നല്ല ഒരു സാധനത്തെ വിരുദ്ധമായിട്ട് ഒരു ദിനം ആചരിക്കണമെങ്കിൽ എത്രത്തോളം വിപത്താണ് ഈ മദ്യം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ടാക്കുന്നത്, സ്വാധീനിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. വെള്ളാങ്കല്ലൂർ AKG സാംസ്കാരിക കേന്ദ്രം മികവുകൾ പൂക്കും മിഥുനപ്പകൽ എന്ന പേരിൽ പ്രതിഭാ സംഗമവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ കരൂപ്പടന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും ആദരിച്ചു. ഖാദർ പട്ടേപ്പാടം ഉദ്ഘാടനം ചെയ്തു. ജന്മദിനം വരുമ്പോഴും ഇന്നൊക്കെ ജന്മദിനം വലിയ ആഘോഷമാണ് അല്ലേ? അങ്ങനെ അന്ന് എൻ്റെ ജന്മദിനം വരുമ്പോൾ അച്ഛൻ അതിരാവിലെ തന്നെ ഇരിങ്ങാലക്കുടയിലേക്ക് ടൗണിലേക്ക് പുറപ്പെടും. ടൗണിൽ അന്ന് പ്രകാശ പ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ് ഉണ്ട്. അവിടെ അത്യാവശ്യം ചെറിയ ചെറിയ കുട്ടികൾക്ക് പറ്റിയ പുസ്തകങ്ങളൊക്കെ കിട്ടും. അവിടെ നിന്ന് ഒരു പുസ്തകമാക്കിയിട്ട് അച്ഛൻ തിരിച്ചു വരും. എനിക്ക് തരുന്ന ബർത്ത്ഡേ പ്രസന്റ് സമ്മാനം അച്ഛൻ തരുന്നത് അത്തരത്തിലുള്ള പ്രകാശം പ്രസിദ്ധ 5 രൂപയും 10 രൂപയും കൊടുത്ത് വാങ്ങുന്ന ആ ബാലസാഹിത്യം, കുട്ടികളുടെ സാഹിത്യം. സംഘാടക സമിതി ചെയർമാൻ വാർഡ് മെമ്പർ MM മുകേഷ് അധ്യക്ഷനായി. നവകേരളവും ഉന്നത വിദ്യാഭ്യാസ ചിന്തകളും എന്ന വിഷയത്തിൽ ഡോക്ടർ ഹരിപ്രസാദ് പ്രഭാഷണം നടത്തി. സാംസ്കാരിക കേന്ദ്രം സെക്രട്ടറി PA നസീർ, പ്രസിഡന്റ് CR സോജൻ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മികവുത്സവം നടത്തി. കൊടുങ്ങല്ലൂർ ഉപജില്ലയിൽ +2 കൊമേഴ്സ് കോമ്പിനേഷനിൽ 1ാം സ്ഥാനവും ഹൈസ്കൂൾ തലത്തിൽ SLCക്ക് മികവാർന്ന നേട്ടവും സ്കൂൾ നേടി. പൊതുസമ്മേളനം അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ PA സീതി ഉദ്ഘാടനം ചെയ്തു. മികവാർന്ന നേട്ടം കൈവരിച്ച ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ്, PTA സ്റ്റാഫ് കൗൺസിൽ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മെമന്റോ നൽകി ആദരിച്ചു. അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റ് മാനേജിംഗ് കമ്മിറ്റിയുടെ ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു.
യുണൈറ്റഡ് സ്കൂൾ ഓർഗനൈസേഷൻ അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പെയിന്റിംഗ് മത്സരത്തിൽ പങ്കെടുത്ത് ദേശീയ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി MS മാളവിക സീനിയർ വിഭാഗത്തിലും 8ാം ക്ലാസ് വിദ്യാർത്ഥി അമൽ യാസിർ പ്രീ സീനിയർ വിഭാഗത്തിലും 1ാം സ്ഥാനം നേടി. PTA പ്രസിഡന്റും എറിയാട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ KM സാദത്ത് അധ്യക്ഷത വഹിച്ചു. മേലടൂർ സൗഹൃദ വയോജന ക്ലബ്ബ്, ചാലക്കുടി ഐവിഷൻ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. നേതൃവിഭാഗം ഡോക്ടർ B രാധാരമണൻ മുഖ്യാതിഥിയായിരുന്നു. MC പോൾ, KC സുലോമണി, MM ടോമി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാള പട്ടാളപ്പടിയിൽ മാനസിക രോഗിയായ മകന്റെ കുത്തേറ്റ് അമ്മ മരിച്ചു. വടമ സ്വദേശി വലിയകത്ത് ശൈലജയാണ് മരിച്ചത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോഴും ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. വെള്ളാങ്കല്ലൂർ കോണത്തുകുന്നിലാണ് ജലനിധിയുടെ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴായി പോകുന്നത്. വെള്ളാങ്കല്ലൂർ AKG സാംസ്കാരിക കേന്ദ്രം മികവുകൾ പൂക്കും മിഥുനപ്പകൽ എന്ന പേരിൽ പ്രതിഭാ സംഗമവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.